ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. മതി. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. നമുക്ക് നമ്മുടെ തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ അധരങ്ങൾക്ക് ശക്തിയും ഹൃദയത്തിന് വിശുദ്ധിയും തരണമേ എന്ന് യാചിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുനാമം മാത്രം മഹത്വമെടുക്കുമാറാകണമേ. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. നാം കേട്ടിട്ടുണ്ട് 3 ലേഖനങ്ങളുണ്ട്, പക്ഷേ 2 ലേഖനമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതിൽ ഒരു ലേഖനത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലോകത്ത് അനേകം നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ദാർശനികന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, മതങ്ങൾ ഉണ്ടാക്കിയ സ്ഥാപകന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ എല്ലാം ജീവിതമാണ് പലരും പറയുന്നത്. അനുയായികളെല്ലാം പ്രചരിപ്പിക്കുന്നത് അവരുടെ ജീവിതമാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്നാണ്. അത് ശരിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമാണ് കർത്താവിൻ്റെ സന്ദേശം. ജീവിതം ശരിയാണ്. കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് തിരുമായും ഒഴിഞ്ഞ് സംസാരിച്ച ഗിരിപ്രഭാഷണം ലോക പ്രശസ്തമാണ്, പ്രസിദ്ധമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണമാണ് സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് കർത്താവിൻ്റെ സന്ദേശം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അതുകൊണ്ട് പിതാക്കന്മാർ നമ്മൾ ഓർപ്പിക്കുകയാണ്, കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. പിതാക്കന്മാർ നമ്മൾ കൂടി വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ, നമ്മുടെ ആരാധനയിലെല്ലാം നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. യേശുവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം വായിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ സമീപിച്ച ഒരു സമയത്ത് ഭക്തിയുള്ള പുരുഷന്മാർ യെരുശലേമിലേക്ക് വരികയാണ്. യവനന്മാരായ കുറേ ആളുകൾ വന്നു, ഗ്രീക്ക്. അവർ വന്നിട്ട് ബെത്സൈദക്കാരനായ ഫിലിപ്പോസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്. സർ, വി വുഡ് ലൈക്ക് ടു സീ ജീസസ്. ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു. അപ്പോൾ പെരുന്നാളിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ പ്രസിദ്ധി അവിടെ ആ ദേശങ്ങളിലെല്ലാം വ്യാപരിക്കുന്ന സമയമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കുന്ന സമയം. അപ്പോൾ ഫിലിപ്പോസ് ബെത്സൈദക്കാരനാണ്. ഫിലിപ്പോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിരുന്നെങ്കിൽ ബെത്സൈദയിൽ ഒരു വലിയ കൺവെൻഷൻ ഉണ്ടായിരുന്നു. എത്രയോ ആളുകളാണ് വന്നുകൂടിയത്. പുരുഷന്മാർ മാത്രം, അതായത് സ്ത്രീകളും കുട്ടികളും കൂടാതെ 5000-ഓളം ആളുകളുണ്ടായിരുന്നു. അതുമാത്രമല്ല, 3 ദിവസമായി ആളുകൾ ഇങ്ങനെ കൂടെ പാർക്കുകയാണ് യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട്. ആ സമയത്ത് അവർക്ക് വിശന്നു. പക്ഷേ എങ്ങനെ ഭക്ഷണം കൊടുക്കും? കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന്. ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അറിയാമോ, ഒരു വലിയ അത്ഭുതം നടന്നു. 5 അപ്പവും 2 മീനും കർത്താവ് വാഴ്ത്തി നുറുക്കി സ്വർഗത്തിലേക്ക് നോക്കി എല്ലാവർക്കും പങ്കിട്ടപ്പോൾ ശേഷിച്ച കഷണങ്ങൾ 12 കൊട്ടയിൽ നിറച്ചെടുത്തു. വേണമെങ്കിൽ ഫിലിപ്പോസിന് പറയാമായിരുന്നു, അന്ന് വന്നാൽ മതിയായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസ് അത് പറഞ്ഞില്ല. ബെത്സൈദക്കാരനായ ഫിലിപ്പോസ് അത് പറഞ്ഞില്ല. ഫിലിപ്പോസ് അന്ത്രോസിൻ്റെ അടുക്കലേക്ക് ചെന്നു. അന്ത്രോസിനെയും കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു. കർത്താവിനോട് അത് തന്നെ പറഞ്ഞു, കർത്താവേ, കുറേ യവനന്മാർ, ഗ്രീക്ക്, അവർ വന്നിട്ടുണ്ട്. അവർ സന്തോഷത്തോടെ പറയുന്നത് ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്നാണ്. വി വാണ്ട് ടു സീ ജീസസ് സർ. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ മറുപടി നമുക്ക് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. കർത്താവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ എൻ്റെ ആ യെരുശലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനം നിങ്ങൾക്ക് കാണുമായി സാധിക്കുമായിരുന്നു. യെരുശലേം ദേവാലയത്തിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ശുദ്ധീകരിച്ചു.
അടയാളങ്ങൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു. ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ ലോക പ്രശസ്തമായൊരു വാക്യമുണ്ട്, നമുക്ക് വായിച്ച് കേൾക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊരു വ്യക്തി ഈ ഭൂമിയിൽ അന്നാകട്ടെ ഇന്നാകട്ടെ ചോദിച്ചാൽ കർത്താവിനൊരു ഉത്തരമേ ഉള്ളൂ. കർത്താവിന് വേണമെങ്കിൽ അത്ഭുതങ്ങൾ കാണിച്ച, അടയാളങ്ങൾ കാണിച്ച ആ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാമായിരുന്നു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വരുന്നു. പ്രിയപ്പെട്ടവരെ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചത്. ഇന്നും പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണമെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശു അവരോട് പറയുന്നത് ഇതാ കുരിശിലേക്ക് നോക്കൂ എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിനെയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത് 1 കൊരിന്ത്യർ 1:22-23 നമുക്ക് വായിച്ച് കേൾക്കാം. 1 കൊരിന്ത്യർ 1:22-23. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വേറൊരു പ്രസംഗ വിഷയമില്ല. ഇത് 1 കൊരിന്ത്യ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലാണ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. ദൈവമക്കളെ, ഇത് പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് ആ കൊരിന്ത്യ സഭ വഴിവിട്ട ജീവിതം നയിക്കുകയാണ്. അവിടെ പിണക്കമുണ്ട്, ഈർഷ്യയുണ്ട്, അവർ തമ്മിൽ കക്ഷിഭേദങ്ങളുണ്ട്, അവിടെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു, അവിടെ ദ്രവ്യാഗ്രഹമുണ്ട്. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. എന്തിന്? വിശ്വാസികൾ കോടതിയിലേക്ക് പോകുന്നു, അവരുടെ കാര്യങ്ങൾക്ക് മധ്യസ്ഥതയ്ക്ക് വേണ്ടി. ഇതെല്ലാം നിൽക്കുന്ന സമയത്തും പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത് ഒരു ഉത്തരം മാത്രമാണ്. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ സമയത്ത് നാം ശാന്തമായി നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലും അത്ഭുതം നടക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വചനം കേൾക്കുമ്പോൾ മാത്രമാണ്. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ അനവധി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്കുണ്ട്. അതെല്ലാം കർത്താവ് നിറവേറ്റിത്തരും, ഒരു സംശയവും വേണ്ട. എന്നാൽ നാം കേൾക്കേണ്ടതും നാം പറയേണ്ടതും ക്രൂശിൻ്റെ വചനമാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പിതാക്കന്മാർ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുവാൻ നമ്മെ പഠിപ്പിച്ചത്? ഇത് മാത്രമാണ്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കിട്ടേണ്ട ചിത്രം ഇത് മാത്രമാണ്. അനേക കൂട്ടായ്മകളിൽ നടത്തുന്ന, നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിലും വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കുന്ന വാക്കാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ അത് അവിടെ മാത്രമല്ല, പ്രസംഗിക്കുന്നയാളുടെ നേരെയുള്ള ഒരു സ്ഥലത്തും അത് എഴുതി വെക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് കാലഘട്ടം അനുസരിച്ച് പ്രസംഗത്തിൻ്റെ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്കാലത്തും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. നമുക്ക് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് നമ്മുടെ പാപമാണ്. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാന്തമായി നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും ഒരു കടലാസും തന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഷയം എന്താണ്? മുന്നോട്ട് നിങ്ങളെ നയിക്കുന്ന കാര്യത്തിൽ, മുൻപോട്ട് പോകുന്ന പ്രയാണത്തിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുമോ? എൻ്റെ പാപമാണ് എന്നുള്ളത്. ശരിയാണ്, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ പാപത്തിൻ്റെ മോചനം ലഭിക്കുന്നു. എന്നാൽ പാപത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കും. ആ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തിരുവചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അവിടെ ഒരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സ്ത്രീ അവിടെ ആരാധനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആരാധനയും പാപവും ഒരുമിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അത് വലിയൊരു ഗൗരവമേറിയ കാര്യമാണ്. ഒരു സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നു, നല്ല സ്കൂളാണ്, അവിടെ അഡ്മിഷൻ കിട്ടാൻ വളരെ പ്രയാസമാണ്.
നല്ല യൂണിഫോം ധരിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ആ സ്കൂളിലേക്ക് പോകുന്നു. ആ പോകുന്നവരെല്ലാം അത് കാണുന്നു. എന്നാൽ ആ പരീക്ഷ എഴുതുന്ന കുട്ടികൾ എല്ലാവരും പരിചയപ്പെട്ടാലോ? ആലോചിച്ചത് എന്ത് കഷ്ടമാണ്. അതിനടുത്ത് സ്കൂളിനടുത്ത് ഒരുപാട് കുട്ടികളുണ്ട്, പാവപ്പെട്ട കുട്ടികൾ. അവിടെ വലിയ ഫീസ് കൊടുത്ത് പഠിക്കാൻ സാധിക്കില്ല. ഉന്നത നിലവാരമുള്ള സ്കൂളാണ്, ശരിയാണ്. പക്ഷെ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ പരീക്ഷ വന്നു കഴിയുമ്പോൾ ആ കുട്ടികൾ തോറ്റുപോയാൽ എന്ത് കഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഏത് വ്യക്തിയും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നമുക്കൊരു നല്ല യൂണിഫോം ഉണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾ എന്ന യൂണിഫോം വളരെ നല്ലത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്കിങ്ങോട്ട് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ പരീക്ഷയിൽ തോറ്റുപോയാൽ എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഇവിടെ ഒരു സ്ത്രീയെ കാണുകയാണ്, അവൾക്ക് ആരാധനയുള്ള സ്ത്രീയാണ്. അവൾ പറയുന്നത്, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. ഗെരിസീം മലയെക്കുറിച്ചാണ് പറയുന്നത് ആരോടാണ്? യേശുവിനോടാണ്. നിങ്ങൾ ആരാധിക്കുന്നത് ആ യെരുശലേമിലാണ്, ഞങ്ങളും ആരാധിക്കുന്നത് ഗെരിസീം മലയിലാണ്. അവൾ പറയുകയാണ്. എന്നിട്ട് അവളുടെ പ്രത്യേകതയോ, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല. 5 ഭർത്താക്കന്മാർ അവൾക്കുണ്ടായിരുന്നു, പക്ഷെ അവൾ ആരാധനയ്ക്ക് പോകുന്നവളായിരുന്നു. ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതായി കാണുന്നില്ല, ഭർത്താവല്ല, ലിവിങ് ടുഗദറാണ്. 5 പേരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളയാൾ ഭർത്താവല്ല. അങ്ങനെയുള്ള സ്ത്രീ ആരോടാണ് പറയുന്നത്? യേശു ക്രിസ്തുവിനോട് നേരെ സംസാരിക്കുകയാണ്. അവൾ അങ്ങനെ പറയുകയാണ്. അവൾ പറയുന്നത്, ഞങ്ങൾ ആരാധിക്കുന്നത് ഈ മലയിൽ, നിങ്ങൾ പറയുന്നു ആ മലയിലാണെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശു ആ വഴിയായി വന്നു. യേശു അവളുടെ ജീവിതത്തിലെ ആ തെറ്റായ ജീവിതം എന്താണെന്ന് അവളോട് പറഞ്ഞു കൊടുത്തു. യേശു അവിടെ ആലോചിക്കണം, ഈ ആത്മീയത്തിൻ്റെ പേരിൽ യേശുവിന് കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല. യേശുവിന് കുടിക്കാൻ വെള്ളം, യേശു വഴി നടന്ന് ക്ഷീണിച്ച് വരികയാണ്. കിണറിൻ്റെ അടുക്കത്തെ ആ കിണറിൻ്റെ കരയിൽ ഇരിക്കുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് വായിക്കാം. 4:5 വേഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4:5. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബിന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴിയടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു വഴി നടന്ന് ക്ഷീണിച്ച് ദാഹിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്നത് സാധാരണക്കാരനല്ല. യേശു ക്രിസ്തു ചോദിക്കുകയാണ് ഈ സ്ത്രീയോട്, വെള്ളം തരാമോ എന്ന്. അവൾ കൊടുത്തില്ല. അവൾ എന്താ പറഞ്ഞത്? വായിക്കാം. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവൾ പറയുകയാണ്, നീ യഹൂദ, വെള്ളം കൊടുത്താൽ മതി, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഭംഗിയോട് ഇതുപോലെ വൃത്തിയോടുകൂടി ഒന്ന് കൊടുത്താൽ മതി. അവൾ കൊടുത്തില്ല. അവൾ പറഞ്ഞു, ഞാൻ ശമര്യ സ്ത്രീ ആയിരിക്കെ യഹൂദനായി നീ എന്നോട് വെള്ളം ചോദിക്കുകയാണോ? ആത്മീയത്തിൻ്റെ പേരിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കാത്ത വ്യക്തി. ആലോചിച്ച് നോക്കി, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് ആത്മീയത്തിൻ്റെ പേരിൽ. കാരണം എന്താ? ഞങ്ങളുടെ പിതാക്കന്മാർ ഗെരിസേം മലയിൽ നമസ്കരിക്കുന്നു, നീ നമസ്കരിക്കുന്നത് യെരുശലേമിലാണ്. വെള്ളം കൊടുത്തില്ല. യഹൂദന്മാരും ശമര്യരും തമ്മിൽ മിണ്ടൂല്ല, കണ്ടാൽ മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, ആ ആത്മീയത്തെയാണ് യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രവാചകൻ പൊളിച്ചെഴുതിയത്. അവളുടെ ജീവിതം മുഴുവനും കർത്താവ് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അവളോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അവസാനം അവൾ അവിടെ താഴെ ആ കുടം താഴെ വെച്ചു. വെള്ളം കോരാൻ വന്നവളാണ് അവൾ. ആ കുടം അവൾ താഴെ വെച്ചോടി. അവൾ പറഞ്ഞു, ഞാൻ ചെയ്തത് മുഴുവനും എന്നോട് പറഞ്ഞ് ഒരു മനുഷ്യനെ വന്ന് കാണി. ശരിയായ ആത്മീയ സ്ഥലമെന്ന് പറയുന്നത് ഏതവസ്ഥയിലും ആകട്ടെ വന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് അവൻ ചെയ്തത് മുഴുവനും, ഓർമ്മ വച്ച നാൾ മുതലുള്ള അവൻ്റെ പാപങ്ങൾ മുഴുവനും വെളിപ്പെട്ട് കിട്ടുന്ന സ്ഥലമാണ് സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലം. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവൾ ചെയ്തത് മുഴുവനും അവളോട് പറഞ്ഞു. അവളോട് കർത്താവ് ആകെ ഇത്രേ പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടാരെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ശരി, നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. മതി. ഒറ്റ വാക്യത്തിൽ അവൾ ചെയ്തതൊക്കെയും അവളുടെ ഹൃദയത്തിലേക്ക് ബോധം വന്നു. ഓർമ്മ വച്ച നാൾ മുതൽ അവൾ ചെയ്തതും കണ്ടതും പറഞ്ഞതും എല്ലാം അവളുടെ ജീവിതത്തിൽ. ഇത് മാത്രമല്ല, ഭർത്താക്കന്മാരുടെ കാര്യം മാത്രമല്ല, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതലുള്ള സകല പാപങ്ങളും നമുക്ക് ബോധം തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ
കുരിശിനെക്കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ സുവിശേഷിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നമ്മുടെ പാപങ്ങളുടെ ബോധമുണ്ടാകും. ഈ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ പാപമാണ്. നമ്മളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ നല്ലത് പറഞ്ഞാലും നമ്മൾ പാപിയാണെന്നുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാകണം. 18-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ സൺഡേ സ്കൂളിൽ അധ്യാപകനാണ്. ശുശ്രൂഷ കുപ്പായം, നല്ല വെള്ള കുപ്പായം എനിക്കുണ്ട്. ഞാൻ നിൽക്കുന്നത് ഞായറാഴ്ച മധുബഹയിലാണ്. എൻ്റെ കയ്യിൽ മറുവഹസയുണ്ട്, മെഴുകുതിരിയുണ്ട്, മനോഹരമായ പുസ്തകം വായിക്കും. എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ വീട്ടിലുള്ളവർ ഒഴിച്ച് എൻ്റെ കൂട്ടുകാരും എൻ്റെ സഭയിലും ഇടവകയിലും സ്കൂളിലും കോളേജിലും എല്ലാം പറയുകയുള്ളൂ. ആരും മോശമായി പറയുകയില്ല. സ്വന്തം കുടുംബത്തിൽ പ്രകടമായ ദുർസാക്ഷ്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാവുന്നത് വാഗ്ദത്തത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നുവെന്ന ആ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചവനായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ 18-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഞാനൊരു പാപിയാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ഈ പോക്ക് പോയാൽ നിത്യമായ നരകത്തിലെത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധം തന്നു. ഞാൻ ലജ്ജ കൂടാതെ ഞാൻ ആ സുവിശേഷ പന്തലിൽ ഞാൻ എഴുന്നേറ്റുന്നുകൊണ്ട് കണ്ണുനീരോടുകൂടെ എൻ്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചു. ഇന്നെനിക്ക് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ പറയുവാനായി സാധിക്കും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ആത്മീകവും ഭൗതികവുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം ഞാൻ എടുത്തതായിട്ടുള്ള, ദൈവം എനിക്ക് കൃപ തന്ന് ഞാൻ എടുത്തതായിട്ടുള്ള ആ ഒരു സമർപ്പണമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലാരെങ്കിലും, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പറയട്ടെ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. നിങ്ങൾ കേൾക്കുക, നിങ്ങൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തുതി. നമുക്ക് വായിക്കാം 53-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ 5 വരെ നമുക്ക് വായിക്കാം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. രൂപഗുണമില്ലാത്ത ക്രിസ്തു, കോമളത്വമില്ലാത്ത ക്രിസ്തു, കണ്ടാൽ ആരും ആഗ്രഹിക്കാത്ത ആ മുഖഭാവമുള്ള ക്രിസ്തു, അങ്ങനെ ആയിരുന്നില്ലല്ലോ ക്രിസ്തു. അവൻ വെണ്മയുള്ളവൻ, ചുവപ്പുള്ളവൻ, 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായിരുന്നു. എന്നാൽ അവൻ നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് ആരെങ്കിലും രോഗമായിട്ട്, വേദനിക്കുന്നവരായിട്ട്, കരയുന്നവരായിട്ട് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവർ, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവസ്ഥ അറിയുന്നൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവൻ ക്രൂശിൽ കിടന്നപ്പോൾ ഇതുപോലെ പരിഹാസം നമ്മൾ ആരും അത് കേട്ടിട്ടില്ല. നമുക്കത് സങ്കല്പിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു പാപം ചെയ്യാതിരുന്നിട്ടും, പാപം അറിയാതിരുന്നിട്ടും, പാപം ഇല്ലാതിരുന്നിട്ടും പരിശുദ്ധനായ കർത്താവ് അപമാനിക്കപ്പെട്ടു. രോഗം ശീലിച്ചവനായിരുന്നു. എന്നാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഒരു ഞായറാഴ്ച ശിഷ്യന്മാരെല്ലാവരും വാതിലടച്ച് യഹൂദന്മാരെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കൊടുക്കുകയല്ലായിരുന്നു ചെയ്തത്, ഒരു എഗ്രിമെൻ്റ് കൊടുക്കുകയല്ലായിരുന്നു. കർത്താവ് തൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ സമയത്ത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ തിരുവെഴുത്തുകളിൻ പ്രകാരം തുടങ്ങുമ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കും? ഈ വചനം കേൾക്കുന്നതായ സമയത്ത് എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് യേശു ക്രിസ്തു കുരിശിൽ വഹിച്ചതെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ സമാധാനം നിങ്ങളുടെ കൂടെ വരും. യേശു ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ഈ ലോകത്തിന് എടുത്തു കളയാൻ സാധിക്കാത്ത, ഈ ലോകത്തിന് ഒരിക്കലും നൽകാൻ സാധിക്കാത്ത സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനമുള്ളവനായി ഈ ഭൂമിയിൽ ഏത് പ്രായത്തിലും, യുവാവാകട്ടെ, യുവതിയാകട്ടെ, ബാലനാകട്ടെ, ബാലികയാകട്ടെ, വൃദ്ധനാകട്ടെ, ഏത് പ്രായത്തിലും
സമാധാനത്തോടുകൂടെ ജീവിക്കുവാനായി സാധിക്കും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 21:22 നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ പാപത്തിൻ്റെ പരിഹാരം വന്നു. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ നമുക്ക് സമാധാനം വന്നു. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ നമുക്ക് വായിക്കാം. ആവർത്തനം 21:22. ഒരുത്തൻ മരണയോഗ്യമായൊരു പാപം ചെയ്തിട്ട് ഒരുത്തൻ മരണയോഗ്യമായ പാപം ചെയ്ത് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ, അങ്ങനെ ചെയ്താൽ സംഭവിച്ചാൽ അവനെ കൊല്ലണം, ഒരു മരത്തിൽ തൂക്കണം. ദൈവത്തിന് സ്തോത്രം. അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കണം. ഗലാത്യർ 3:13 കൂടെ നമുക്ക് വായിക്കാം. ഒരുത്തൻ മരണയോഗ്യമായ തിരുവെഴുത്തുകളിൽ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് പറയപ്പെടുന്ന കാര്യമാണ്, നടത്തപ്പെടുന്ന കാര്യമാണ്. അതുപോലെ ചെയ്തിരുന്നു. മരണയോഗ്യമായ പാപം ആരെങ്കിലും ചെയ്താൽ അവനെ കൊല്ലണം, എന്നിട്ട് അവൻ്റെ ശവം അവിടെ കെട്ടിത്തൂക്കണം. വായിക്കാം. മരത്തിന് മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആമേൻ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തി, എൻ്റെ കുടുംബത്തിൽ ഒരു ശാപമുണ്ടല്ലോ, എൻ്റെ പുറകെ ഒരു ശാപമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തളരേണ്ട പ്രിയപ്പെട്ടവരെ, മുഖം വാടേണ്ട പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപത്തിൻ്റെ പ്രത്യേകത അനുഭവിക്കുന്ന വ്യക്തി അറിയണമെന്നില്ല അതിൻ്റെ ഉറവിടം. ഒരുപക്ഷെ പിതാക്കന്മാരുടെ അകൃത്യം അത് മരണകരമായ പാപമായിരിക്കാം. അത് 3-ാമത്തെയും 4-ാമത്തെയും തലമുറകൾ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുന്നു. എന്നാൽ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവ് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇതെനിക്ക് വലിയ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. ഏത് തലമുറയിലാണ് പ്രിയപ്പെട്ടവരെ ശാപമില്ലാത്തത്? നമ്മുടെ പാരമ്പര്യങ്ങളിലേക്ക് നാം നോക്കൂ പ്രിയപ്പെട്ടവരെ. തലമുറകളായി നമ്മെ പിന്തുടരുന്ന ഒരു ശാപമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് ആ വിശ്വാസം തരുന്നുവെങ്കിൽ ശാപത്തിൽ നിന്നുള്ള ഒരു മാറ്റം നമുക്ക്, വിടുതൽ നമുക്ക്, മുറിക്കപ്പെട്ടവരായി, ശാപം മുറിച്ച് മാറ്റപ്പെട്ടവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് ജീവിക്കുവാനായി സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ കർത്താവിനെ നാം സ്നേഹിച്ചാൽ പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ നമുക്ക് സമാധാനം കിട്ടും, പാപമോചനം കിട്ടും, ശാപം മാറ്റപ്പെടും. അതുമാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ ഭൂമിയിലെ കാര്യം മാത്രമല്ല, വലിയ കാര്യമെന്നുള്ളത് ഇപ്പോൾ നാം വായിച്ച് കേൾക്കാൻ പോകുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 12:25. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പതിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ കുരിശു മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചാൽ, എന്നെ സ്നേഹിച്ചാൽ, നിങ്ങളെക്കാൾ അധികം നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ നിങ്ങളുടെ ജീവനെ നേടും, നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് തരുന്നത് നിത്യജീവൻ്റെ ഉറപ്പാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ഈ ഭൂമിയിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ നമുക്ക് ലഭിക്കുകയാണ്. വേറെ ആർക്ക് ലഭിക്കും പ്രിയപ്പെട്ടവർ ഈ ഭാഗ്യം? മാത്രമല്ല, കർത്താവ് പറയുന്നു, എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ വാക്കുകൾ! കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടത തീരാറായി. ഈ ഭൂമിയിൽ പല സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടില്ലേ, പലപ്പോഴായി പറഞ്ഞിട്ടില്ലേ, എൻ്റെ കർത്താവേ എപ്പോഴാണ് നീ വരുന്നത് എന്ന്? ഈ ലോകത്തിലെ കഷ്ടതകൾ, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഏകാന്തതയുടെ ബുദ്ധിമുട്ടുകൾ, പ്രിയപ്പെട്ടവരെ, കടത്തിൻ്റെ ഭാരം മനുഷ്യൻ ഞെരുങ്ങുകയാണ്. എന്നാൽ ഒരു ക്രിസ്തു ഭക്തനുള്ള പ്രത്യാശ എന്നുള്ളത് അവൻ്റെ കർത്താവ് വരുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ ഹൈറേഞ്ചിലേക്ക് യാത്ര പോകുമ്പോൾ, ഒരുപക്ഷെ കല്യാണത്തിനും മറ്റും, ഒരു കുഞ്ഞ് അപ്പൻ്റെ കൂടെ പോവുകയാണ്. പോകുന്ന സമയത്ത് അവന് ഒമിറ്റ് ചെയ്യും, ഛർദ്ദിക്കുന്ന ഒരു ശീലമുണ്ട്, പ്രത്യേകിച്ച് ഈ ചുരം ഇതെല്ലാം കയറുന്ന സമയത്ത്. പോകുന്ന സമയത്ത് ആ കോതമംഗലം കഴിഞ്ഞ് നേരിമംഗലം കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുവാണ് അപ്പനോട്, അപ്പ അടിമാലി എത്താറായോ? അപ്പോൾ അപ്പൻ അറിയാം മോൻ്റെ കാര്യം, ഇവന് കുഴപ്പമുണ്ട്, ഇവൻ ഇപ്പോൾ ഛർദ്ദിക്കും, ഒമിറ്റ് ചെയ്യും, അവനറിയാം. അപ്പൻ പറഞ്ഞു, മോൻ ഇപ്പം എത്തും, നേരിമംഗലം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇരുമ്പുപാലമായിട്ടില്ല, ഇപ്പം എത്തും. ഓരോ വളവ് തിരിയുമ്പോഴും ഈ കൊച്ചു അസ്വസ്ഥനാണ്. വലിയ പ്രയാസത്തോടു കൂടിയാണ് അവൻ ഇരുന്നത്. ഒരു പ്രകാരത്തിൽ അടിമാലിയിലെത്തി. എന്നാൽ അവൻ്റെ സന്തോഷം ആവൂ? അവൻ്റെ ഉള്ളിൽ ഒരു കാര്യമുണ്ട്,
തിരിച്ചും ഈ വഴി പോകണം, തിരിച്ചും ഈ വഴി തന്നെ പോയിട്ട് ഈ ഇറക്കം ഇറങ്ങി ഈ വളവും തിരിഞ്ഞും പോകണം. വലിയൊരു പേടിസപ്പരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്ര തീരാറായി, ഇപ്പം തീരും. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നുണ്ട്, മകനെ, മകളെ, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, മകനെ വിഷമിക്കണ്ട, സാരമില്ല, ഇപ്പോൾ തീരും, ഇപ്പോൾ കർത്താവ് വരും, യേശു ക്രിസ്തു വരാറായി. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഈ യാത്ര അങ്ങോട്ടേ ഉള്ളൂ, തിരിച്ചിങ്ങോട്ട് യാത്രയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് ഈ ക്ലേശം നിറഞ്ഞ ഈ ലോകത്തേക്ക് ഇങ്ങോട്ടൊരു യാത്രയില്ല, നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരാറായി. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരാറായി. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് ഇതാ രാജാവായി, രാജകിരീടം ചൂടിയവൻ വരാറായി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ഒരുപക്ഷെ ഈ തീരുമാനം ഒരിക്കലായി എടുത്തിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുന്നതായ സമയത്ത് നമ്മളെ കേൾക്കുന്ന കർത്താവ് കേൾക്കെ നമ്മുടെ ഹൃദയത്തിൽ ആ തീരുമാനം പറയാം. എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കും, എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിച്ചാൽ എൻ്റെ യേശു എനിക്ക് നിത്യജീവൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിച്ചാൽ യേശു ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ ഇരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം, കർത്താവേ, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം എനിക്ക് അവിടുന്ന് തരുന്ന ആയുസ് നിന്റെ നാമമഹത്വത്തിനായി ഞാൻ ജീവിക്കും. ഈ തീരുമാനം നമുക്ക് തരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.